നല്ല മഴ കേട്ടോ, മഴക്കൊന്നും ഒരു കുറവുമില്ല. ചായ, അടിപൊളി ചായ, തൊട്ടുകൂട്ടാൻ കച്ചപ്പ്. ഇത് മൺകോൺ സ്റ്റേഷനിലുള്ള ഇവിടുത്തെ ലോഡ്ജാട്ടോ. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇനി താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ലൊരു ലോഡ്ജാണ് കേട്ടോ. ചെറിയ റേറ്റിനാണ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്ത്. മാത്രമല്ല നമ്മളിന്ന് കുംബൈ വാട്ടർഫാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ ലഗേജൊക്കെ ഇവിടെ വെക്കാനുള്ളൊരു സൗകര്യമൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ, അതുകൊണ്ട്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് നല്ല ഫുഡ് കിട്ടുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഈ റോഡിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നല്ല ഫുഡ് കിട്ടും. നമ്മളവിടെ നിന്നാണ് പൂരി ബാജിയൊക്കെ കഴിച്ച അടിപൊളി ഫുഡ്. ഇന്നും നല്ല മഴ കേട്ടോ, ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് കുംബൈ വാട്ടർഫാളാണ് നമ്മളെ ലക്ഷ്യം. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്നത്തോടുകൂടി നമ്മൾ മഹാരാഷ്ട്ര ട്രിപ്പ് തീരുകയാണ്. ആണ് ബസ് സ്റ്റാൻഡ്. നമ്മളെ ഗഡീസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ കുട ഒത്തിരി ഉപകാരപ്പെട്ടു കേട്ടോ. നമുക്ക് കുഞ്ഞു മഴയല്ലേ, എപ്പോഴും നമുക്ക് റെയിൻകോട്ട് എടുത്തിടാൻ പറ്റില്ലല്ലോ. ഈ കുട ഭയങ്കര ഉപകാരപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റീസിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ. കുംബൈ വാട്ടർഫാളിലേക്ക് പോവാണ്. സമയം ഒരു 9:15 കെൽഗൺ വില്ലേജ് വഴിയാണ് ഞങ്ങളിപ്പോൾ ഇന്ന് പോകുന്നത്. കെൽഗൺ വില്ലേജിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 കിലോമീറ്റർ നടക്കാനുണ്ട് അവിടെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് അവിടേക്കുള്ള ബസ് കേട്ടോ. ഈ ബസ്സിൽ കയറുകയാണ് നിങ്ങൾ രാവിലെ 9:15. ഈ ഒരു ബസ്സേ ഉള്ളൂ അവിടേക്ക്. ഈ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ റൂട്ടാണ് പോകേണ്ടത്. ആ റൂട്ട് വഴിയായിരിക്കും ഞങ്ങളെ മിക്കവാറും തിരിച്ചു വരും കേട്ടോ. 4 മണിക്കാണ് ഈ ബസ് റിട്ടേൺ ഉണ്ടാവുക. ബസ്സിലാരും ഇല്ല കേട്ടോ. അവിടുന്ന് റിട്ടേൺ 4 മണിക്കാണ് ബസ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വേറെ വഴിക്കായിരിക്കും. ഇതാണ് കണ്ടക്ടർ കേട്ടോ. കണ്ടക്ടർ ആ സ്പോട്ടിൽ പറയാന്ന് പറഞ്ഞ ഇറക്കിയിട്ട് 15 മിനിറ്റ് അവിടെ നിന്ന് നടക്കാനുണ്ട് എന്ന് പറഞ്ഞു. കേരള से वो फेमस है कुंभा वाटरफॉल फेमस. कल देवकुंड गया हम तो. മൂപ്പര് പോലെ അവിടെ കയറി. അല്ലല്ല, അങ്ങനെ ഉണ്ട് എന്നറിയാം. പക്ഷെ അവിടെ ഇറങ്ങിയിട്ട് നടന്നു പോകണം എന്നുള്ള മൂപ്പർക്കറിയില്ല. അത് നമ്മളെ ഈ അടുത്തുള്ള ഈ ആളാട്ടോ പറഞ്ഞത്. ഇത് നമ്മള് ബസ് വിളിച്ച് പോണ മാതിരിയാട്ടോ. അതാ ഈ ഒരു സീറ്റില് ഞങ്ങൾ 3 ആളേ ഉള്ളൂ. ബസ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ നമ്മള് കുംബൈ വാട്ടർഫാളിലേക്കുള്ള ട്രെക്കിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ടോ. കുറച്ചുകൂടെ ഉള്ളൂ. ഇത് ഓഫ് റോഡ് ബസ്സാട്ടോ. നമ്മള് ഓട്ടോയിൽ പോയില്ലേ, ഓഫ് റോഡ് ഓട്ടോ. നല്ലൊരു വെള്ളച്ചാട്ടം കിട്ടുക, അടിപൊളി ഓഫ് റോഡ് ബസ്സാട്ടോ. ഈ ബസ്സിന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. ഇതാണ് കുംബൈ വാട്ടർഫാളിലേക്ക് വരാനുള്ള ബസ്സിന്റെ കോഡ് കേട്ടോ. ആകെ ഒരു ബസ്സേ ഉള്ളൂ. രാവിലെ 9:15 മങ്കോണ്ട് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ ബസ്സിൽ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്ന വഴി നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ ഉണ്ട്. ഈ ബസ്സിൽ ആരും ഇല്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതാ കണ്ട. അപ്പോൾ അതായത് ഇവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങി കേട്ടോ. ബസ് ഈ റൂട്ടാണ് പോയത്. നമുക്ക് ഈ റൂട്ട് റോഡിന് കുറച്ച് പോയിട്ട് കാട്ടിൽ കൂടെ വേണം പോകാൻ. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ऊपर हाँ ഇതാണ് ബോർഡ് കേട്ടോ, ഡൈവേഷൻ ബോർഡ്.
तुम किधर जाएगा? मडगोंड है, बाजार जाते हैं, वेट कर रहे, वो बस का वेट कर रहे हैं. हाँ वो बस वापस आएगा तो हाँ ബസ് തിരിച്ച് പോകാനുള്ളതാ. ഇതിൽ നമ്മൾ വന്ന കേട്ടോ, ഓഫ് റോഡാണ് കംപ്ലീറ്റ്. ഇതാ ഓഫ് റോഡാണ്. തിന്നാൻ പറ്റുമോ? പറ്റില്ല, നമ്മളടുത്ത് കൊടുക്കാനൊന്നുമില്ല. കുംബെ വാട്ടർഫോൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. കുറച്ച് റോഡിലൂടെ പോകണം. ഓ പേടിപ്പിക്കാം. തേടി പോവാണ്. മുമ്പ് ആരും ഇവിടെ വന്നവരില്ല. ഞങ്ങൾക്കായിട്ട് റിസർവ് ചെയ്ത ട്രാൻസ്പോർട്ട് ബസ്സിലാണ് ഞങ്ങൾ വന്നത്. മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറച്ചുകൂടെ നടക്കുക. അവരോട് വഴി ചോദിക്കണോ? ഇവിടെ ടീം ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടുത്തെ ഗ്രാമവാസികളാണെന്ന് തോന്നുന്നു. പശുക്കളുണ്ട് മേഞ്ഞ് നടക്കുന്നത്. വാഴ പറിക്കാട്ടോ, വാഴക്കന്ന്. ഇതെന്ത് ടൈപ്പ് വാഴ ആയിരിക്കില്ലേ? കുള്ളം വാഴ. ആ കട്ട് ചെയ്ത് ഒരു കവറിലിട്ട് ബാഗിലിട്ടായി. ആ കൃഷിക്കാരനാണ്. വെള്ളത്തിൽ കേക്ക് ബാഗിലിടാനുള്ള പരിപാടിയാണ്. വാഴൻ്റെ കന്ന് കൊല വെട്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. വാഴക്കന്ന് കൊണ്ടുപോകാൻ പാകത്തിന് സൈസാക്കാണ്. ഉണ്ടാകുമോ എന്തോ അറിയില്ല, നമുക്ക് നോക്കാം. ഈ വാഴത്തെ നല്ലൊരു ഫോട്ടോ കാണുമ്പോൾ കഷ്ടപ്പെട്ട് വാഴ ഉണ്ടെന്ന് തോന്നണ്ട. വെള്ളം കുപ്പിയിൽ വെള്ളം നിറച്ചേട്ടാ. നല്ലൊരു പൈപ്പ് പോലെ വെള്ളം ചാടുന്നു. ട്രക്കിങ്ങിലാണ്. നല്ലൊരു പാറൻ്റെ ഉള്ളിൽ കൂടെ ഒരു ടണലുണ്ട്. ഇവിടെ ടണലിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്കാണ് നമ്മൾ എത്തിയത്. ഉള്ളിൽ കൂടെ റോഡ് നല്ല സൗണ്ട് അല്ലേ? ടണൽ കേട്ടോ, അടിപൊളി. ഇതാണ് കുംബേക്ക് പോകുന്ന വഴി. ഒരു ടണലുണ്ട്. ആ ടണലിൻ്റെ മുന്നിലുള്ള ബോർഡാണ്. ഇതാണ് നമ്മുടെ ആ ടണൽ. വാ ദൂരമുണ്ട് കേട്ടോ. നമ്മൾ ഇതേ വീതി അവിടെയും ഉണ്ട്. ഇതേ വീതി അവിടെയുണ്ട്. പൊള്ളി വൈബാണ്, ഒരു രക്ഷയില്ല. വിളിക്കുന്നു. ഇത് ഗുഹൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ പ്രശ്നം ചെയ്യുന്നത്. പക്ഷെ അവിടെ നിന്ന് എന്തോ കണ്ട് ഭയന്നതാ. തിരിച്ച് ഇതാ ഇങ്ങോട്ട് വരുന്ന ആളൊക്കെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്. എന്തോ ഒന്ന് കുടിയുണ്ട്. ഷാഫിയ അങ്ങോട്ട് പോകുമ്പോൾ നോർമൽ തന്നെയല്ലോ. യെസ്
കുറുന്നേവാ പുന്നാരം പുന്നാരം. താഴെ കാണില്ല കേട്ടോ, ഇവിടെ കുഴി ഉണ്ടോ എന്നുള്ളത് ലൈറ്റ് അടിക്കേണ്ടി വരും. നമ്മൾ കുംബെ വാട്ടർഫാളിലേക്ക് പോകുന്ന വഴിയുള്ള നല്ലൊരു ടണലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴി വന്ന് ട്രക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു ബോണസാണ് ഈ ഒരു ടണൽ. ഇതിലൂടെ പാട്ടിങ്ങനെ പാടി പോവാണ്. നല്ല എക്കോ ഉണ്ട്. എത്ര നീളമുണ്ട് അല്ലേ? നല്ല നീളമുണ്ട്. യെസ്. അടിയിൽ നല്ല മഴ പെയ്യുന്നതുകൊണ്ട് താഴെ ഫുള്ള് വെള്ളമാണ്. വെള്ളത്തിലൂടെ അങ്ങനെ നടക്കണം. സെൻറ്റർ എത്തിയില്ല. അകപ്പെട്ട ഹൃദയങ്ങൾ കരുതാം കാരാഗ്രഹം. അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം. അകപ്പെട്ട ഹൃദയങ്ങൾ കരുതാം കാരാഗ്രഹം. വാ, അടിപൊളിട്ടോ. ടണലിൻ്റെ പുറത്തെത്തിയതാണ്. പുറത്തുള്ള കാഴ്ച ഉണ്ടോ, നല്ലൊരു ഇവിടെ വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ട്. ഇപ്പം മഴ പെയ്ത് പോയോണ്ടേ ഈ പാറൻ്റെ ഇടയിൽ കൂടി വെള്ളം ചാടുന്നുണ്ട്. ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട്. കുംബെ വാട്ടർഫാളിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ അത്. എല്ലാവരും വണ്ടി ഇവിടെ നിർത്തിയിട്ട് വ്യൂ കാണുന്നുണ്ട്. ഓ, നല്ല രസമുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ്. ആ, ഈ കയറിൻ്റെ മുകളിൽ കൂടെ പിടിച്ച് അപ്പുറത്തേക്ക് പോകണം അല്ലേ? താഴോട്ടുണ്ട്. സിപ്പ് ലൈൻ അല്ലല്ലേ, പിടിച്ചു പോവാ. ആൾക്കോ റോപ്പ് വഴി. അപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോക്കാരനെ നമ്മൾ പരിചയപ്പെട്ടു. അയാൾ നമ്മളെ സുഹൈല सुहेल का नाम सुहेल है, अभी आएगा. തമിഴ്നാടുള്ള മധുരയിലുള്ള കുറച്ച് ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ കുംബെ വാട്ടർഫാളിൻ്റെ മറ്റൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓട്ടോക്കാരൻ്റെ കൂടെ നമ്മൾ പോവാണ്. ഓർമ്മ വരുന്ന പാട്ട് ഏതാ? ഹാജാ ഹാജാ അജ്മീർ ഹാജാ വാഴും രാജാ മുഹീനുൽ ഖാജാ അജ്മീരിൽ വാഴും ഖാജാ മുഹീദ്ദീൻ ഖാജാ അനാ. അപ്പോൾ നമ്മൾ കുംബെ വാട്ടർഫാളിൻ്റെ ഒരു വ്യൂ പോയിന്റിലേക്ക് നടക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട് കേട്ടോ. കുംബേൻ്റെ വ്യൂ പോയിന്റിലേക്കുള്ള ട്രക്കിംഗ് ആണ് കേട്ടോ. കുറച്ച് ഹെവി ട്രക്കിംഗ് ആണ്, അഡ്വഞ്ചറാണ്, റിസ്കിയാണ്.
ഒരു പേടിച്ചിട്ട്. ആ ഇവിടെ ഇതാണ് കുംഭ വാട്ടർഫാളിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള വ്യൂ കേട്ടോ. ഈ ഒരു പോയിന്റ് ഉണ്ട്, ഈ പോയിന്റിൽ നിന്ന് പോയിന്റിലേക്ക് പോകാൻ പറ്റും നമുക്ക്. അവിടെ റോപ്പിൽ ആളെ ഇറക്കുന്നുണ്ട്. 2000 രൂപയാണ് അതിൻ്റെ ഫീസ്. നല്ല കോടയാണ്, കോട ഇരച്ച് കയറുന്നത്. വെള്ളം അരുവി കൂടെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് താഴത്തേക്കുള്ള റൂട്ട് നോക്കിയിട്ട് നടക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് നമ്മൾ നടന്ന് ഈ ഒരു പോയിന്റിൽ എത്തിട്ടോ. ഇതാണ് റോഡ്, വന്ന റോഡ്. ഇവിടെ കുറച്ച് 3 ബൈക്ക് കാണുന്നുണ്ട്, 4 ബൈക്ക് കാണുന്നുണ്ട്, ഒരു കാറ് കാണുന്നുണ്ട്. ഈ റൂട്ടിൽ നിന്ന് ഒരു താഴത്തേക്ക് ഇറങ്ങണം, നല്ലൊരു വ്യൂ കിട്ടണം. നല്ലൊരു മൗണ്ടെയിൻ ഉണ്ട് കേട്ടോ, അടിപൊളി മൗണ്ടെയിൻ വ്യൂ ആണ് ഇവിടെ. ഓക്കെ, ഇവിടെ നല്ലൊരു വ്യൂ ആണ്. വാവ്, അടിപൊളി കേട്ടോ, നല്ല വ്യൂ. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്. മൊത്തത്തിൽ 3-4 വ്യൂ പോയിന്റുകൾ ഉണ്ട്. ഇതാട്ടോ, ഇവിടെ 2000 രൂപ കൊടുത്താൽ ഇവർ കുറച്ച് അഡ്വഞ്ചർ ആണത്, റിസ്കിയാണ്. നമ്മൾ കുംഭൻ്റെ മറ്റൊരു വ്യൂ പോയിന്റ് തേടി പോവാണ്. ഈ ഒരു കുംഭ വാട്ടർഫാളിൻ്റെ ഒരുപാട് വ്യൂകളുണ്ട്, നല്ല നല്ല വ്യൂസ്. നല്ല വൈക്കലുണ്ട്, ശ്രദ്ധിച്ച് ഇറങ്ങാണ്. ഇതാണ് 3ാമത്തെ വ്യൂ പോയിന്റ് കേട്ടോ. ഞങ്ങളിപ്പോൾ പോയതും പോകാത്തതുമായിട്ടേ കുംഭ വാട്ടർഫാൾ കാണാൻ പറ്റുന്ന ഒരുപാട് വ്യൂ പോയിന്റുകൾ ഉണ്ടെന്നാണ് കേട്ടത്. താഴെ നിന്നുള്ള വ്യൂവും അവിടെ നിന്നുള്ള വ്യൂവും ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ആയിട്ട് നല്ല കോടയും നല്ല ആംബിയൻസും നല്ല അറ്റ്മോസ്ഫിയറും. വരികയാണെങ്കിൽ ഈ സമയത്ത് തന്നെ വരണം ഈ വാട്ടർഫാളൊക്കെ കാണാൻ. പിന്നെ എല്ലായിടത്തും നല്ല അപകടം പതിയിരിപ്പുണ്ട് കേട്ടോ. എല്ലാ വ്യൂ പോയിന്റിൻ്റെ അടുത്തും ഭയങ്കര റിസ്ക്കാണ്. ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ഈ കുംഭ വാട്ടർഫാളിലേക്ക് വരേണ്ടത്. നിസാംപൂർ വഴി വരാം. ബസ്സിൽ ഇവിടെ എത്തിയിട്ട് ഓരോ ഓട്ടോ പിടിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. അല്ല, ട്രെക്കിംഗ് റൂട്ട് വേറെയുണ്ട്. ഇതാണ് കുംഭ വാട്ടർഫാൾ, ഇവിടുത്തെ ഫേമസ് വാട്ടർഫാളാണ്. നല്ല വ്യൂവും കാര്യങ്ങളും ഒരുപാട് വ്യൂകളാണ്. ഒരുപാട് റിസ്ക്കും ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഇവിടുന്നൊക്കെ സ്കിഡായി വീണിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നത് ശ്രദ്ധിക്കുക. അവിടെ റോപ്പ് വേ ഒക്കെ ഉണ്ട്. ആ റോപ്പ് വേയിൽ ഇറങ്ങാൻ അതൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ്. സമയമുള്ളവർക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. 2000 രൂപയാണ് എക്സ്പെൻസ്. നമ്മൾ കുംഭേൻ്റെ മറ്റൊരു വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങാണ്. ഇത് കുറച്ച് ഡീപ്പായിട്ടുള്ള ഇറക്കാണ്, കുറച്ച് ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ കേട്ടോ. കുംഭ വെള്ളച്ചാട്ടത്തിന് ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നല്ലൊരു ഫോട്ടോ പോയിന്റ് കൂടിയാണ്. ഗൂഗിളിലും ഫേസ്ബുക്കിലൊക്കെ അങ്ങ് നോക്കിയാൽ കാണാം. ഇവിടത്തെ ഒരു ഫോട്ടോ ആണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കാണാൻ പറ്റുക. കുറച്ച് അഡ്വഞ്ചറാണ്, ഹെവി റിസ്ക് ആണ് അങ്ങോട്ടേക്ക് പോകാൻ. ഈ വീഡിയോ കണ്ട് ആരും അനുകരിക്കരുതെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആരോടും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. നല്ല ശ്രദ്ധിച്ച് വേണം അങ്ങോട്ടേക്ക് പോകാൻ. എന്തായാലും ഈ ഒരു വ്യൂ പോയിന്റ് എന്നുള്ള കാഴ്ച അടിപൊളിയാണ്, നല്ലൊരു ഫീലാണ്. കുറച്ച് അഡ്വഞ്ചറാണ്, റിസ്ക് ആണ് എന്നുള്ളതാണ്.
അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. എന്തായാലും പോകുന്നവർ സ്വന്തം റിസ്കിൽ പോവുക, നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ട്രെക്ക് ചെയ്യുക, സേഫായിട്ട് തിരിച്ചു വരിക എന്നതാണ് നമ്മളെ ആഗ്രഹം. ഈ ഒരു വ്യൂ പോയിൻ്റോട് കൂടി കുംഭെ വെള്ളച്ചാട്ടത്തോട് ഞങ്ങൾ വിട പറയുകയാണ്. അടിപൊളി ട്ടോ, നല്ല ചാട്ട. വെള്ളച്ചാടിന ഫോഴ്സ് ഒക്കെ അങ്ങനെ കുംഭെ വെള്ളച്ചാട്ടമൊക്കെ പോയി തിരിച്ച് നടന്ന് വരുന്ന വഴിയാണ് കേട്ടോ ഞങ്ങൾക്കൊരു ലിഫ്റ്റ് കിട്ടിയത്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു ക്യൂട്ട് ഫാമിലി. ഞങ്ങൾ കൈ കാണിച്ച പാടെ തന്നെ നിർത്തി. അവർക്ക് മനസ്സിലായി ഇവർ നടന്ന് പോവുകയാണ്, ഹെൽപ്പാവും എന്നുള്ള രീതിയിൽ അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവണം. അങ്ങനെ കൈ കാണിച്ചപ്പോൾ വണ്ടി നിർത്തി. ഞങ്ങൾ ബാക്ക് സീറ്റിൽ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഞങ്ങൾ പോവാണ്. പിന്നെ ഇന്നലത്തെ സ്റ്റോറി വായിച്ചത്, കഴിഞ്ഞ ഡേൻ്റെ സ്റ്റോറി വായിച്ചവർക്കറിയാം എൻ്റെ ഒരു ഹാൻഡ് ബാഗ് മിസ്സായിട്ടുണ്ടായിരുന്നല്ലോ ദേവകുണ്ട് വെള്ളച്ചാട്ടത്തിൽ പോകുന്ന വഴി ടാക്സിയിൽ. അങ്ങനെ അയാൾ ആദ്യം വിളിച്ചപ്പോൾ അയാൾ മറ്റേ വണ്ടിയിൽ ടാക്സിയിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ആൾ രാവിലെ വിളിക്കുക എന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ അയാൾ രാവിലെ വിളിച്ചു, ടാക്സിൻ്റെ അടിയിൽ സീറ്റിൻ്റെ അടിയിലുണ്ടായിരുന്നു, നിങ്ങൾ നാളെ വന്ന് പിക്ക് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഈ ഫാമിലി പൂനെയിലേക്കാണ്. ഞങ്ങൾ ഇന്നലെ ദേവകുണ്ട് പോയ അതേ റൂട്ടിൽ ഞങ്ങൾ ആ ഒരു ബില വില്ലേജിൽ ഞങ്ങളവിടെ ഇറങ്ങി. ഭയങ്കര ഉപകാരമായി, ഒരുപാട് 30 കിലോമീറ്ററോളം ഞങ്ങൾക്ക് ലാഭമായി. അങ്ങനെ ഞങ്ങൾ ഇന്നലത്തെ ടാക്സിക്കാരനെ തേടി പിടിച്ചിട്ടോ. ആൾ ചെറിയൊരു കള്ളനാണ്, എന്നാലും ഒരു എക്സൈറ്റഡ് ആണ് ആൾ കേട്ടോ. ഭയങ്കര ഒരു സംസാരം കാര്യമൊക്കെ ഭയങ്കര ഒരു എനർജറ്റിക്കാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു സംസാരത്തിൻ്റെ ഞങ്ങളൊരു ഡീലിങ്ങിൻ്റെ മുകളിൽ വീണതാണ് അയാൾ ഏതായാലും ബാഗ് തിരിച്ചു തന്നല്ലോ, അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ കൂടെ നിർത്തി സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ കുംഭെ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു ഭാഗം കൂടി കഴിയുന്നതോടുകൂടി ഞങ്ങളെ ഈ ഒരു ട്രിപ്പ് അവസാനിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് മൺഗോൺ സ്റ്റേഷനിലെത്തി. മൺഗോൺ സ്റ്റേഷനിലല്ല, മൺഗോൺ ബസ് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് ഞങ്ങൾ പിന്നെ ഞാനൊന്ന് കഴിഞ്ഞ ഡേൻ്റെ എഴുത്തിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ നല്ല അടിപൊളി ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് എന്നുള്ളത്. അത് ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് കേട്ടോ. ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇവിടെ ഹോട്ടൽ ബലറാം എന്നാണ് പറയുന്നത്, ഹോട്ടൽ ബലറാം. അപ്പോൾ അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല അടിപൊളി ഭക്ഷണം എന്ന് പറഞ്ഞാൽ അടിപൊളി ഭക്ഷണം. കോസ്റ്റോ ഒരു മീഡിയം കോസ്റ്റ്, ഓവറൊന്നുമില്ല. ഇതാണ് കേട്ടോ ആ ഒരു ഹോട്ടൽ. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ റോഡിൻ്റെ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൺഗോണിൽ നിന്ന് പൻവേലിലേക്ക് പോന്നു. പൻവേലിൽ നിന്ന് ദുരന്തോ ട്രെയിനിൽ നാട്ടിലേക്ക് പോന്നു.